ഇക്കൊല്ലം ഹോളിവുഡിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ $1 ബില്യൺ കളക്ഷൻ നേടിയ ഒരേ ഒരു സിനിമയേ ഉള്ളൂ. അത് ടോം ക്രൂസിന്റെയോ ബ്രാഡ് പിറ്റിന്റെയോ സിനിമയല്ല. ആ റെക്കോർഡിനുടമ ഒരു കിഡ്സ് മൂവി എന്നൊക്കെ പറയാവുന്ന ഡിസ്നിയുടെ ലീലോ ആൻഡ് സ്റ്റിച്ച് എന്ന ചിത്രമാണ്. 2002 റിലീസ് ചെയ്ത ആനിമേഷൻ മൂവിയുടെ റീമേക്കായി ഡിസ്നി പുറത്തിറക്കിയ ലൈവ് ആക്ഷൻ സിനിമയാണ് ലീലോ ആൻഡ് സ്റ്റിച്ച്. ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാമെന്ന് കരുതിയെടുത്ത സിനിമ പിന്നീട് അവർ തിയേറ്ററിൽ റിലീസ് ചെയ്യുകയായിരുന്നു. അതാണിപ്പോൾ $1 ബില്യൺ കടന്ന് റെക്കോർഡ് സൃഷ്ടിച്ചത്. 8 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് ഇവരുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയാമെങ്കിലും ഇത് എല്ലാ പ്രായക്കാർക്കും കാണാവുന്ന ഒരു ഫാമിലി ഡ്രാമ ചിത്രമാണ്. ടൂറോ എന്ന പ്ലാനറ്റിലാണ് കഥ തുടങ്ങുന്നത്. അവിടെ ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റിന്റെ ഭാഗമായി 626 എന്ന് പേരിട്ട് നീല നിറത്തിലുള്ള ഒരു ഏലിയനെ നിർമ്മിക്കും. അവിടുന്ന് നാട് കടത്തുന്ന ഏലിയൻ വന്ന് വീഴുന്നത് ഹവായിയിലാണ്. അവിടെയാണ് നമ്മുടെ 8 വയസ്സുകാരി ലീലോ താമസിക്കുന്നത്. അച്ഛനും അമ്മയും മരിച്ചുപോയ ലീലോയ്ക്ക് ചേച്ചി മാത്രമേ ഉള്ളൂ. കൂട്ടുകാരൊന്നുമില്ലാത്ത ലീലോയ്ക്ക് ഒരേ ഒരു ആഗ്രഹം ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ വേണമെന്നാണ്. അങ്ങനെ യാദൃച്ഛികമായി ഏലിയനെ കിട്ടിയ ലീലോ അതിനെ സ്റ്റിച്ച് എന്നൊക്കെ പേരിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ആക്കും. അവരുടെ ഫ്രണ്ട്ഷിപ്പും കുറച്ച് ഫാമിലി ഡ്രാമയും ഒക്കെ ഒരു എന്റർടൈനിങ് കോമഡി കൂടിയാണ് ലീലോ ആൻഡ് സ്റ്റിച്ച് എന്ന ചിത്രം. ലീലോയുടെയും സ്റ്റിച്ചിന്റെയും ഫ്രണ്ട്ഷിപ്പ് കണ്ടാൽ നമുക്കും ഇതുപോലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകും. സ്റ്റിച്ചിനെ ഉപേക്ഷിക്കണമെന്ന് ചേച്ചി പറയുമ്പോൾ ലീലോയുടെ ഒരു ഡയലോഗ് ഉണ്ട്, സ്റ്റിച്ച് ഈസ് ഒഹാന എന്ന്. ഹവായിയൻ ഭാഷയിൽ ഒഹാന എന്ന വാക്കിനർത്ഥം ഫാമിലി എന്നാണ്. ഫാമിലി മീൻസ് നോബഡി ഗെറ്റ്സ് ലെഫ്റ്റ് ബിഹൈൻഡ് ഓർ ഫോർഗോട്ടൺ. കുടുംബമായാൽ ഒരിക്കലും ഉപേക്ഷിക്കാനോ മറക്കാനോ പറ്റില്ല എന്ന് ഒരുപാട് ആളുകൾ കോട്ട് ചെയ്യുന്ന ഒരു ഡയലോഗ് കൂടിയാണ്. ലീലോ എന്ന കഥാപാത്രമായി എത്തുന്നത് ഹവായ് സ്വദേശിയായ മായ കിയലോഹ എന്ന ബാലതാരമാണ്. മായയുടെ ആദ്യ സിനിമയാണ് ലീലോ ആൻഡ് സ്റ്റിച്ച്. എന്താ അല്ലേ, ആദ്യ സിനിമ തന്നെ $1 ബില്യൺ ക്ലബിൽ. ഈ വർഷം $1 ബില്യൺ ക്ലബിൽ കയറിയ വേറൊരു സിനിമ ഏതാണെന്ന് അറിയാമോ? ചൈനീസ് ആനിമേഷൻ ചിത്രം നേജ 2. ചൈനയിൽ നിന്ന് മാത്രം $1 ബില്യൺ ആണ് സിനിമയുടെ കളക്ഷൻ. ആനിമേഷൻ സിനിമകൾക്കുള്ള പ്രാധാന്യം മനസ്സിലായില്ലേ? അതെ, $100 മില്യൺ ബഡ്ജറ്റിൽ നിർമ്മിച്ച് $1 ബില്യൺ നേടി ഡിസ്നിയെ പോലും ഞെട്ടിച്ചാണ് ലീലോ ആൻഡ് സ്റ്റിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. ആ ആവേശത്തിൽ ഡിസ്നി ഇതിന്റെ 2ാം ഭാഗം എടുക്കാനുള്ള കാര്യപരിപാടികളിലാണ്. പ്രശസ്ത ആനിമേഷൻ സിനിമാ സംവിധായകൻ ക്രിസ് സാന്റേഴ്സ് ഇതിന്റെ തിരക്കഥാകൃത്തായി തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. 2000 കിഡ്സിന് മാത്രമല്ല, ഇപ്പോഴത്തെ ജെൻ ആൽഫ കിഡ്സിന് കൂടി ലീലോ ആൻഡ് സ്റ്റിച്ചിനെ പരിചയപ്പെടുത്തിയതിന് ഡിസ്നി ഒരു അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട്. അഡ്രിനാലിൻ റഷ് കൂട്ടുന്ന സിനിമകൾക്കിടയിൽ ഇതുപോലെ ഫ്രണ്ട്ഷിപ്പ്, കമ്പാനിയൻഷിപ്പ്, ഫാമിലി ഇമോഷൻസ് ഉള്ള സിനിമകളും കാണുന്നത് ഒരു കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ സഹായിക്കും.